അർജുന്റെ വിവാഹം എപ്പോഴാണ്, ശ്രീധുവിന്റെ വിവാഹം എപ്പോഴാണ്, എങ്ങനെയൊക്കെയാ ചോദിക്കണത്. അതൊക്കെ ഈ അടുത്തുണ്ടാവോ പ്രേക്ഷകർ? ശ്രീധു ആയി. അപ്പൊ വീണ്ടും നിങ്ങൾ വന്നിരിക്കുകയാണ്. അതും ഞങ്ങള് ഓൾവേസ് ഉണ്ട്. അപ്പൊ പുതിയ വിശേഷം അർജുൻ പറയൂ, എന്താണ് മദ്രാസ്? എന്താണ് ശരിക്കും എന്താണ് മദ്രാസ്? കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്കതിപ്പം പറയാനുള്ള ആ ഒരു പ്ലോട്ടും തീമും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഒരു നല്ലൊരു വർക്ക്, കുറെ പേരുടെ സ്വപ്നം, അത് കുറെ വർഷങ്ങളായിട്ടൊരു സ്ട്രഗിൾ, കുറെ ആൾക്കാരുടെ അവർ ചെയ്തൊരു വർക്ക്, ഒരു മ്യൂസിക്കൽ മൂവി പോലത്തെ. ഇവിടെ അങ്ങനെ റയർ ആണെന്ന് തോന്നുന്നു മ്യൂസിക് വിത്ത് ഇത്രയും ഡ്യൂറേഷൻ ഒക്കെ ഉള്ളത്. സോ അത് ബെസ്റ്റ് ചെയ്യാൻ അവർ നോക്കിയിട്ടുണ്ട്, നമ്മൾ നമ്മുടെ രീതിയിൽ നോക്കിയിട്ടുണ്ട്. സത്യം പറയാൻ മൊത്തം കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് സർപ്രൈസ് ആണ്. ഞങ്ങൾ ഡബിംഗ് ടൈമിലാണ് മൊത്തം കണ്ടത്. ഒരു 50-60 മിനിറ്റ്സ് ഒക്കെ. ശ്രീധു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇനിമേ എന്നാ കാണണം, നമ്മളും കണ്ടിട്ടില്ല. ഇനിയിപ്പോ കണ്ടിട്ട് നമ്മള് ഇപ്പൊ അർജുൻ ഓൾറെഡി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വേറൊരു ഇതേപോലത്തെ ഒരു തീം റൊമാൻറ്റിക് ഒരു വെഡിങ് കോൺസെപ്റ്റിൽ, അതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് ഇത്? ഇതാണ് ആക്ച്വലി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നെയാണ് വന്നത്. അതിലേക്ക് ഒരു ഫുൾ ഡിഫറൻസ് ആണ്. അതൊരു വെഡിങ് തീം, എങ്ങനെയാണ് ഒരു മാരേജ്, അതിന്റെ കളർഫുൾ തീമാണ്. ഇതൊരു പ്ലോട്ട്, അതൊരു സോങ് മാത്രമാണ്. ഇത് വിത്ത് ഡയലോഗ്, ഒരു മൂവി, ഷോർട്ട് മൂവി പോലത്തെ ഒരു ഇത് റൊമാൻറ്റിക് സീൻസ് ഒക്കെ ഉണ്ടാവും. അത് കാണുമ്പോൾ മനസ്സിലാവും. അല്ല, ഈ അർജുൻ ശ്രീധു എന്ന് പറയുമ്പോ തന്നെ ഒരു റൊമാൻറ്റിക് അല്ല, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് മാറി മാറി നമുക്കത് കാണാൻ മനസ്സിലാവും. നമുക്ക് കൂടുതൽ ഇപ്പം വൈകുന്നേരം വരുമല്ലോ, ഇന്ന് വൈകുന്നേരം ഇതൊന്നും അറിയാതാണ് ചേട്ടാ ഫോൺ പിടിച്ചത്. ഞങ്ങൾക്കറിയില്ല, പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ. മദ്രാസ് മല എന്ന് പറയുന്നത് ഒരു തമിഴ് ടച്ച് ആണോ, അതുകൊണ്ടാണോ? ഇതിലെല്ലാം ഉണ്ട്. ഒരു ചെന്നൈ സോങ് തമിഴാണ്. അപ്പൊ ഒരു ആ ഒരു കൈൻഡ് ഓഫ് അതൊരു കേരള പയ്യനെ സ്നേഹിക്കുന്ന ഒരു മലയാളം അല്ല, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കപ്പിളായിട്ടാണല്ലോ എല്ലാ പരിപാടിയും. അല്ല, ഫോട്ടോസ് ഒക്കെ കാണുമ്പോ തന്നെ തീം ബേസ്ഡ് ആണ്. നിങ്ങൾ ടീച്ചർ ആണെങ്കിൽ മനസ്സിലാവും. ആ ഒരു തീം ബേസ്ഡ് ഒരു മ്യൂസിക്കൽ ഷോർട്ട് മൂവി. നമുക്ക് കൂടുതൽ ഇത് കഴിഞ്ഞ് സംസാരിക്കാം. അർജുൻ ഇപ്പൊ രണ്ടാമത്തെ ഷോർട്ട് ഫിലിം, ഒരു ഷോർട്ട് മൂവി പോലത്തെ വരുന്നുണ്ട്. അതൊരു ആൽബം മ്യൂസിക് ഇതിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തീമോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സിനിമയായിട്ട് വരാൻ ആഗ്രഹമുണ്ടോ? ശരിക്കും എല്ലാവർക്കും, എനിക്കും ആഗ്രഹം സിനിമ തന്നെ ചെയ്യാൻ. എല്ലാവർക്കും ഉണ്ടല്ലോ ആഗ്രഹം, സിനിമ ചെയ്യാൻ തന്നെയാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നു. ഇത് അർജുനായിട്ടൊരു കോമ്പോലൊരു സിനിമ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവർക്കും ആഗ്രഹമില്ല ബിഗ് സ്ക്രീനിൽ വരണം എന്നൊക്കെ. ഇതിന് ഈ ക്രൂവിനും ഉണ്ട് ഒരു ആഗ്രഹം. അതിനാണ് ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി. ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ഒരു വിശേഷം എന്തൊക്കെയാണ് നിലവിൽ? അർജുൻ ഒന്നും വിട്ടു പറയുന്നില്ല. എല്ലാ വിശേഷവും നിങ്ങളുണ്ടല്ലോ അവിടെ. അല്ല, എന്നാൽ പോലും എല്ലാവരും നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര എപ്പോഴും എക്സ്ക്ലൂസീവ് ആയിട്ടാണ്. എല്ലാവർക്കും ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ. ഞാനാണെങ്കിൽ അറിഞ്ഞില്ല, മൂവി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ തിരക്ക്, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ തിരക്ക്, പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, കരിയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് എല്ലാവരും. നമ്മള് ബിഗ് ബോസ് കഴിയുന്നു പറഞ്ഞാൽ അത് മാത്രം വെച്ചിട്ടും ജീവിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. പിന്നെ കരിയർ ഗ്രോത്ത് ചെയ്യാൻ ബിൽഡ് ചെയ്യണം എല്ലാവരും. ഞാൻ മാത്രം, എല്ലാവരും അതിന്റെ തന്നെ ഓട്ടത്തിലാണ്. അപ്പൊ എല്ലാവരും ശരിക്കും അന്വേഷിക്കുന്നതും ഈ അർജുന്റെ വിവാഹം എപ്പോഴാണ്, ശ്രീധുവിന്റെ വിവാഹം എപ്പോഴാണ്, എങ്ങനെയൊക്കെയാ ചോദിക്കണത്. അതൊക്കെ ഈ അടുത്തുണ്ടാവോ പ്രേക്ഷകർ? ആദ്യം വിളിക്കും എന്റെ കല്യാണം. ഏതെങ്കിലും ഫിലിം കമ്മിറ്റഡ് ആയിട്ടുണ്ടോ ഇപ്പൊ ഓൾറെഡി? ഒന്നും പറയുന്നില്ല. ശ്രീധുവിന് എങ്ങനെ മറ്റേ കേരളത്തിലുള്ള കൾച്ചർ അങ്ങനെയൊക്കെ നോക്കുമ്പോ എങ്ങനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം? ഫുഡാ ഏതാ കൂടുതൽ ഇഷ്ടം? ഏത് ഫുഡ്? എനിക്ക് പായസമൊക്കെ ഇഷ്ടമാണ്.
എവിടെ വാ, ഇടിച്ചോണ്ട് ഇരിക്കാൻ വേണ്ടിയാണോ? അല്ല